എത്ര ഓടിയാലും രത്നയ്ക്ക് സ്ത്രീധനം കൊടുക്കാനുള്ള പണം അതവന് കിട്ടാൻ പോകുന്നില്ല. ചോദിച്ച സ്ത്രീധനം കിട്ടാതാകുമ്പോ രത്നയുടെ കല്യാണം മുടങ്ങും. അത് പറയാണ്ട് ഏട്ടനെ ഞങ്ങൾ എങ്ങോട്ടേക്കും വിടില്ല. പറയേട്ടാ. എന്താന്ന് പറയേട്ടാ? വിളിച്ചത് ചെക്കന്റെ വീട്ടിൽ നിന്ന് അവന്റെ അമ്മാവന. എന്തിനാ വിളിച്ചേ? എന്തിനാന്ന് പറയേട്ടാ? അത് ഏട്ടാ പറയേ. സ്ത്രീധനത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ച. സ്ത്രീധനോ? 25 പവനും 10 ലക്ഷവും വേണമെന്നാ അവര് പറയുന്നത്. എന്നിട്ട് ഏട്ടൻ എന്ത് പറഞ്ഞു? എന്തു പറയാൻ? ചോദിച്ചത് കൊടുക്കണ്ടേ? കൊടുക്കണം. ഇന്നത്തെ കാലത്ത് ഇത് വലിയ തുകയൊന്നുമല്ല. 25 പവനും 10 ലക്ഷോ? ആ, അതിനൊരു വഴി ഉണ്ടാക്കണം. ആ കാര്യങ്ങൾ അമ്മാവനുമായിട്ടൊന്ന് കൂടിയാലോചിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്. പോയിട്ട് വരാം. ഏട്ടാ, ചേച്ചിയേക്കാൾ വലുതാണ് അവർക്ക് പൊന്നും പണോ? അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് ആ കല്യാണം വേണ്ട. ഏട്ടാ, എന്റെ അഭിപ്രായം അത് തന്നെയാ. അത് കൊള്ളാം. സ്ത്രീധനം വാങ്ങിക്കുന്നു എന്ന് കരുതി പെണ്ണിനെ അവർ മാനിക്കുന്നില്ല എന്നാണോ അതിന്റെ അർത്ഥം? നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ സാധാരണയാണ്. അത് കൊടുക്കണം. അത് കൊടുക്കാതെ നിന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ കുടുംബത്തിന് അത് അഭിമാനക്കേടല്ലേ? അതുകൊണ്ട് അവർ ചോദിച്ച എന്ത് സ്ത്രീധനമാണെങ്കിലും ഞാൻ കൊടുത്തിരിക്കും. എങ്ങനെ എങ്ങനെ കൊടുക്കുന്ന? ഏട്ടന്റെ വരവ് ചെലവ് കണക്കുകൾ ഏട്ടനേക്കാൾ നന്നായി എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ധനകാര്യമന്ത്രി എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളുണ്ട്. അത് അമ്മാവനോട് സംസാരിക്കണം. ഞാൻ പോയിട്ട് വരട്ടെ. ഏട്ടാ, ഇന്നിപ്പോ ഈ രാത്രി അമ്മാവനെ പോയി കാണേണ്ട അത്യാവശ്യമൊന്നുമില്ല. നാളെ നേരം വിളിക്കട്ടെ, എന്നിട്ട് പോയി കണ്ടാ മതി. മോളെ, ഇന്ന് പോയി കണ്ടില്ലെങ്കിൽ ശരിയാവില്ല. നാളെ പോയി കണ്ടാ മതി ഏട്ടാ. ഇന്നിനി വേണ്ട. ഈ രാത്രി ഏട്ടൻ എവിടെയും പോവണ്ട. ഞങ്ങൾ പറയുന്നത് കേക്കേട്ടാ. പുകച്ചു പുറത്ത് ചാടിച്ച് കെണിപ്പെടുത്തുക എന്ന് കേട്ടിട്ടില്ലേ നീ? കേട്ടത് മാത്രമല്ല, നേരിട്ട് കണ്ടിട്ടുമുണ്ട്. കണ്ണുവെച്ച മുതലുകൾ കൈക്കലാക്കാൻ മുതലാളി പ്രയോഗിക്കുന്ന പ്രധാന വിദ്യയല്ലേ അത്? എത്ര വട്ടം ഞാൻ കണ്ടിരിക്കണ്. ഗിരിയുടെ കാര്യത്തിൽ മുതലാളി തീ കൊളുത്തിയതല്ലാതെ അത് ഇതുവരെ ശരിക്കും പുകയുന്നില്ലല്ലോ. പുകയും അതിപ്പോ പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ഭാഗ്യേച്ചി രത്നെ വിളിച്ചിരുന്നു. എന്തേ? പെണ്ണ് കാണാൻ വന്ന ആ ചെക്കന്റെ അമ്മാവൻ കുറച്ചു മുൻപ് ഗിരിയെ വിളിച്ചിരുന്നു. ഓഹോ, എന്നിട്ട്? അല്ല, പെണ്ണ് കാണൽ ചടങ്ങിൽ വെച്ച് സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും അവര് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തു പറ്റി? അവർക്ക് സ്ത്രീധനം വേണോന്ന്. ചെല്ലടാ പോ. ആ കാര്യം സ്വാഭാവികമല്ലേ. ഇക്കാലത്ത് ആരാ സ്ത്രീധനം ചോദിക്കാത്തത്? അവര് ചോദിച്ചില്ലെങ്കിൽ പോലും അത് കൊടുക്കാനുള്ള ബാധ്യത നമ്മള് പെൺവീട്ടുകാർക്കില്ലേ? അതൊക്കെ ശരി തന്നെയാ. എന്നാലും പിന്നെന്താ ഒരു എന്നാലും? അവര് ചോദിക്കുന്നത് 10 ലക്ഷം രൂപയും 25 പവനുമാണ്. ഗിരിയെ കൊണ്ട് കൂട്ടിയാ കൂടുന്നതാണോ ഇത്? ആകെ ആ പലചരക്ക് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമല്ലേ ഉള്ളൂ അവന്. അല്ല, അവരിങ്ങോട്ട് ചോദിച്ച സ്ഥിതിക്ക് അത് കൊടുക്കാതെ തരവില്ലല്ലോ. കൊടുക്കണം. പക്ഷേ ഗിരി അതെങ്ങനെ കൊടുക്കും? അതാ രത്നയുടെ സങ്കടം. കേട്ടപ്പോ ആ വിഷമം എനിക്കുണ്ട്. ഇത് പറയാനായി ഗിരി ഇങ്ങോട്ട് വരാനിരുന്നതാ. പിള്ളേരാ അവനോട് രാത്രി പോകണ്ടെന്ന് പറഞ്ഞത്. ഗിരിയുടെ സ്വഭാവത്തിന് അവൻ പപ്പേട്ടിനോട് സഹായമൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും നമ്മൾ അവനെ സഹായിക്കണം. അല്ല ഭാഗ്യേ, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ?
ഞാൻ അവനെ എന്നും സഹായിച്ചിട്ടേ ഉള്ളൂ. കുട്ടിക്കാലം മുതൽക്കേ ഞാൻ അവനെ സഹായിക്കല്ലേ, ഇപ്പോഴും സഹായിക്കുന്നു, എപ്പോഴും സഹായിക്കും. നമുക്കവന് എന്തു കൊടുക്കാനാവും? കൊടുക്കാൻ പറ്റുന്ന അത്രയും ഞാൻ അവന് കൊടുക്കും. പിന്നെ എന്തു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാ അതിപ്പോ എങ്ങനെയാ പറയാൻ പറ്റുക? അവസരത്തിനനുസരിച്ച് അവന് കൊടുക്കേണ്ടതുപോലെ തന്നെ ഞാൻ കൊടുക്കും. എന്നാലും പറഞ്ഞല്ലോ, കൊടുക്കേണ്ടതുപോലെ കൊടുക്കും. ചെല്ലേ. ആ അയ്യോ. എടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? പുക കണ്ടു തുടങ്ങിയ? ഉം. തുടങ്ങിയിട്ടേ ഉള്ളു മണി. ഇനി കേളികൊട്ട്, അടുത്തത് അരങ്ങുകളി. സ്ത്രീധനം ഉണ്ടാക്കാനുള്ള കാശിന് വേണ്ടി കാലി വെണ്ട നായയെ പോലെ ഈ നാട് മുഴുവൻ അവന് ഓടും. ഓടണം, അല്ലെങ്കിൽ ഓടിക്കും ഞാൻ. എത്ര ഓടിയാലും രത്നയ്ക്ക് സ്ത്രീധനം കൊടുക്കാനുള്ള പണം അതവന് കിട്ടാൻ പോകുന്നില്ല. ചോദിച്ച സ്ത്രീധനം കിട്ടാതാകുമ്പോ രത്നയുടെ കല്യാണം മുടങ്ങും. ഗിരി, മഴയത്ത് ചോട്ടിലെ മണ്ണെണ്ണ ഒലിച്ചുപോയി. ഇത്രയും വളർന്നല്ലേ, നശിച്ചു പോണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു എക്സസൈസ് കൂടെ ആവുമല്ലോ. എന്തെങ്കിലും ഒരു ടെൻഷൻ പോലെ, എന്തു പറ്റി? ശശിയേട്ടാ, എനിക്കൊരു 10 ലക്ഷം രൂപ പലിശയ്ക്ക് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് തരാമോ? 10 ലക്ഷം രൂപയോ? എന്താ ഇത്ര അത്യാവശ്യം? എന്തിനാടാ ഗിരി ഇത്രയും രൂപ? ശശിയേട്ടാ, അത് പിന്നെ ഓ, വീട്ടിൽ കല്യാണം നടക്കാൻ പോവല്ലേ, അതിന്റെ ഭാഗമായിട്ട് വീട് മോടി പിടിപ്പിക്കാനായിരിക്കും. അതോ ഇനി കട മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? അതിനൊന്നുമല്ല. പിന്നെ ശശിയേട്ടാ, നിങ്ങളോടായോണ്ട് പറയാലോ, രത്നയ്ക്ക് സ്ത്രീധനം കൊടുക്കാൻ. അപ്പൊ അവര് സ്ത്രീധനം ചോദിച്ചു അല്ലേ?